ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ കാലത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കിന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം യാക്കോബിന്റെ ലേഖനമാണ്. യാക്കോബിന്റെ ലേഖനം എങ്ങനെ ഡിസ്പെൻസേഷനലി റൈറ്റ്ലി ഡിവൈഡ് ചെയ്ത് നമ്മൾ പഠിക്കണം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് പോളിൻ എപ്പിസ്റ്റൽസും നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഹെബ്രായർക്ക് എഴുതിയ ലേഖനം മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങളിൽ നമ്മൾ പഠിക്കുമ്പോൾ അനേക വാക്യങ്ങൾ എടുത്തിട്ട് വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വാക്യങ്ങളുണ്ട്. നമുക്കതൊക്കെ സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്ക് നാച്ചുറലി നമുക്ക് റോമർക്ക് എഴുതിയ ലേഖനം മുതൽ ഫിലിപ്പോൻ വരെയുള്ള പുസ്തകങ്ങളിലെ സിദ്ധാന്തങ്ങൾ ഡോക്ട്രിൻസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാകും. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഡിസ്പെൻസേഷണൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ എപ്പിസ്റ്റൽ ഓഫ് ജെയിംസ്. എങ്ങനെ നമ്മൾ റൈറ്റ്ലി ഡിവൈഡ് ചെയ്ത് യാക്കോബിന്റെ ലേഖനം നമുക്ക് പഠിക്കാൻ കഴിയും എന്നുള്ള കാര്യം നമുക്ക് പഠിക്കാം. ഒരു 4 ഹെഡിങ്ങിൽ നമുക്കിതിൻ്റെ കാര്യം നമുക്ക് ചിന്തിക്കാം. ഹൂ ഈസ് ദ ഓഥർ ആൻഡ് വെൻ വാസ് ഇറ്റ് റിട്ടൺ ആൻഡ് ഹൂ ഈസ് റിട്ടൺ ടു. അത് കഴിഞ്ഞിട്ട് ഡോക്ട്രിനൽ ഡിഫറൻസസ് ബിറ്റ്വീൻ പ്രൊഫസി ആൻഡ് മിസ്റ്ററി പ്രോഗ്രാം. അതായത് നിഗൂഢ പദ്ധതിയിലും പ്രവചന പദ്ധതിയിലും തമ്മിലുള്ള സിദ്ധാന്തങ്ങളുടെ വ്യത്യാസങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് സ്റ്റഡി ചെയ്യാം. നമുക്ക് പ്രാർത്ഥനയോടാകാം. എപ്പിസ്റ്റൽ ഓഫ് ജെയിംസ് അല്ലെങ്കിൽ യാക്കോബിന്റെ ഈ പുസ്തകം പുതിയ നിയമത്തിലെ ആദ്യ എഴുതിയ പുസ്തകമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇത് AD 45 എഴുതിയതാണ് എന്നാണ് അനേക വേദ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ബൈബിളിൽ ന്യൂ ടെസ്റ്റ്മെന്റിൽ 3 യാക്കോബുമാരെ കുറിച്ച് പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഒന്ന് സെബദി മക്കൾ, ഒന്ന് ജോൺ, ദ ബ്രദർ ഓഫ് ജോൺ ദി അപ്പോസ്റ്റൽ, സൺ ഓഫ് സെബദി. ഈ ജെയിംസ്, ഈ യാക്കോബ് 12 അപ്പോസ്തലന്മാരിൽ ആദ്യത്തെ രക്തസാക്ഷികളായിരുന്നു. AD 44 സെബദി മക്കളുടെ യാക്കോബ് ഹേരോദാവിന്റെ ഭരണകാലത്ത് ശിരച്ഛേദനം ആകുണ്ടായി. അടുത്ത യാക്കോബ് കാണുന്നത് മത്തായി സുവിശേഷം 10 അധ്യായം 2-3 വാക്യത്തിൽ അൽഫയോസിന്റെ മകനായ ജെയിംസ്. ഈ ജെയിംസും 12 അപ്പോസ്തലന്മാരിൽ ഒരാളായിരുന്നു. മൂന്നാമത്തെ യാക്കോബ് യേശുക്രിസ്തുവിന്റെ സഹോദരനായ യാക്കോബ്, ഹാഫ് ബ്രദർ ആയ യാക്കോബ്. ഈ യാക്കോബിന് ജെയിംസ് ദ ജസ്റ്റ് എന്ന പേരുണ്ട്. AD 62 രക്തസാക്ഷിയാകുകയുണ്ടായി. ഈ ജെയിംസ്, അതായത് ഈ ജെയിംസിന്റെ സഹോദരൻ യൂദ ആണ് യൂദയുടെ ലേഖനം എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇവര് സഹോദരന്മാരായിരുന്നു. ജെയിംസ് യേശുക്രിസ്തുവിന്റെ സഹോദരന്മാരായിരുന്നു ജെയിംസും യൂദയും. ഈ ജെയിംസ് ആണ് യാക്കോബിന്റെ ലേഖനം എഴുതിയത് എന്നാണ് വിശ്വസിക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 3-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഇവരെ കുറിച്ച് കാണാൻ കഴിയും. നമുക്ക് മലയാളത്തിൽ ഒന്ന് വായിച്ചു കേൾക്കാം. ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസെ, യൂദ, ശീമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ? ഇവന്റെ സഹോദരികളും ഇവിടെ നമ്മോടുകൂടെ ഇല്ലയോ എന്ന് പറഞ്ഞ് അവങ്കൽ ഇടറിപ്പോയി. അപ്പൊ ഇത് യേശുക്രിസ്തുവിനെ കുറിച്ച് യഹൂദർ കേട്ടപ്പോൾ അനേകർ പറഞ്ഞു, അയ്യോ ഇവനെ നമുക്കറിയാമല്ലോ, ഇവൻ നമ്മുടെ തച്ചന്റെ മകൻ യോസെഫിന്റെ മകനല്ലയോ. എന്നിട്ട് സഹോദരന്മാരുടെ പേര് ഇവിടെ പറഞ്ഞിട്ടുണ്ട്: ജെയിംസ്, ഹോസെ, ജൂഡ ആൻഡ് സീമോൻ. ആൻഡ് സിസ്റ്റേഴ്സ്. യേശുവിന് അനേക സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, ഒന്നിലധികം സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ജെയിംസ് ആണ് യാക്കോബിന്റെ ലേഖനം എഴുതിയതും ഈ യൂദയാണ് യൂദയുടെ ലേഖനം എഴുതിയത്. നമുക്ക് ഈ യേശുക്രിസ്തുവിന്റെ സഹോദരന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാകാൻ കഴിയുന്ന ഈ ജെയിംസ് കർത്താവായ യേശുക്രിസ്തുവിന്റെ
ഈ ഭൂമിയിലെ ശുശ്രൂഷ സമയത്ത് ഇവരാരും വിശ്വാസികളല്ലായിരുന്നു, യേശുവിൽ വിശ്വസിച്ചിട്ടില്ലായിരുന്നു. എപ്പോഴാണ് യേശു ക്രിസ്തുവിൽ ജെയിംസ്, ജൂദ് ഒക്കെ വിശ്വസിക്കാൻ തുടങ്ങിയത് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം, ക്രൂശീകരണവും മരണം അടക്കം ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമാണ് ഈ യാക്കോബ് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ തുടങ്ങിയത്. നമ്മൾ 1 കൊരിന്ത്യർ 15:7 വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു ഈ യാക്കോബിനും ബാക്കി ശിഷ്യന്മാരോടൊപ്പം ഈ യാക്കോബിനും പ്രത്യക്ഷമായിരുന്നു. 1 കൊരിന്ത്യർ 15:7 പൗലോസ് പറയുന്നത്, ഒടുവിൽ യേശു ക്രിസ്തു എനിക്കും പ്രത്യക്ഷമായി. ഇപ്പൊ ഏറ്റവും ലാസ്റ്റായിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു വെളിപ്പെട്ടത് പൗലോസ് അപ്പോസ്തലനായിരുന്നു. എന്നിട്ട് നമ്മൾ ഗലാത്യർക്ക് ലേഖനം 2:9 വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഈ യാക്കോബ് അപ്പോസ്തലൻ യെരുശലേം കൗൺസിൽ, അവിടുത്തെ കൗൺസിലിലെ മെയിൻ കൺവീനർ ആയിരുന്നു. അതുപോലെ തന്നെ യെരുശലേമിലെ കൂട്ടായ്മ, അവിടുത്തെ സിനഗോഗ്, അവിടുത്തെ ചർച്ചിന്റെ ഒരു ലീഡറുമായിരുന്നു ഈ യാക്കോബ് അപ്പോസ്തലൻ. യാക്കോബ് അപ്പോസ്തലൻ റോമൻ ഹിസ്റ്റോറിയൻ ആയ യോസഫസ് പറയുന്നത് AD 62 രക്തസാക്ഷി ആകുകയുണ്ടായി. ഈ യാക്കോബ് അപ്പോസ്തലനാണ് ഈ യാക്കോബിന്റെ ലേഖനം എഴുതിയത്. അതുകൂടാതെ ഇത് ആർക്കാണ് എഴുതിയത് എന്ന് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ജെയിംസ്, എ സെർവന്റ് ഓഫ് ഗോഡ് ആൻഡ് ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ടു ദ 12 tribes which are scattered abroad, ഗ്രീറ്റിംഗ്സ്. അതായത് ഇസ്രായേലിന്റെ ചിതറിക്കിടക്കുന്ന 12 ഗോത്രങ്ങൾക്ക് വേണ്ടിയാണ് എഴുതപ്പെട്ടത്. നമുക്ക് അറിയാം, ജാതികളുടെ അപ്പോസ്തലൻ ഒരൊറ്റ അപ്പോസ്തലനേ ഉള്ളൂ. അതാരാണ്? പൗലോസ് അപ്പോസ്തലൻ. പൗലോസ് അപ്പോസ്തലൻ ബാക്കി 12 അപ്പോസ്തലന്മാരിൽ ഉൾപ്പെടുന്ന വ്യക്തിയല്ല. കർത്താവായ യേശു ക്രിസ്തു, ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു അപ്പോസ്തലനായ പൗലോസിനെ വേർതിരിക്കുമ്പോൾ പറയുന്നത്, നീ യെരുശലേമിൽ പോകരുതെന്നാണ്, അല്ലേ? അത് തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തു അനന്യാസിനോട് പറഞ്ഞു, ഞാനൊരു വ്യത്യസ്ത വിളിക്കായിട്ടാണ്, വേലക്കായിട്ടാണ് പൗലോസിനെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് എന്ന് അനന്യാസിനോട് പറയുകയാണ് കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ ജാതികളുടെ രക്ഷയുടെ സിദ്ധാന്തങ്ങൾ, ഡോക്ട്രിൻസ് ഓഫ് സാൽവേഷൻ, എങ്ങനെ ജാതികൾ ക്രിസ്തുവിൽ ജീവിക്കണം എന്നുള്ള കാര്യം, നമ്മുടെ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ എങ്ങനെ ഓർഗനൈസ് ചെയ്യണം, അതിൻ്റെ പ്രവർത്തന രീതികൾ എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പൗലോസിൽ കൂടിയാണ് നമുക്ക് ആ കാര്യങ്ങൾ വ്യക്തമായി ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളെ നയിക്കുകയും അവരെ ജഡ്ജ് ചെയ്യുന്ന അപ്പോസ്തലന്മാർ ആർക്കാണ് എഴുതുന്നത്? അവരുടെ കൂട്ടർക്ക് വേണ്ടി തന്നെയാണ് എഴുതുന്നത്, അല്ലെ? ചിതറിക്കിടക്കുന്ന ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങൾ. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 1-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊന്നതിന് ശേഷം ഇസ്രായേലിൽ, യെരുശലേമിൽ ക്രിസ്ത്യൻസിനെതിരെ വിശ്വാസികൾക്കെതിരെ വലിയ പീഡനം ഉണ്ടായി. ആ പീഡനത്തിലാണ് അനേകർ ചിതറി അവർ പോയടത്തൊക്കെയും, അത് നോക്കണം, ബോഡി ഓഫ് ക്രൈസ്റ്റ് മെമ്പേഴ്സ് അല്ല, ഈ ചിതറിപ്പോയവരൊക്കെ ആരാണ്? യേശു ക്രിസ്തുവിന്റെ ചെറിയ ആട്ടിൻകൂട്ടത്തിലെ അംഗങ്ങളാണ്. അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അവർ ചിതറിപ്പോയടത്തൊക്കെ യഹൂദരോടല്ലാതെ ജാതികളുടെ അടുക്കൽ അവരെങ്ങും പോയിട്ടില്ല എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ ജൂയിഷ് ബിലീവേഴ്സ് അവർ ചിതറിപ്പോയടത്തൊക്കെയും എവിടെല്ലാം യഹൂദരുണ്ടോ അവരോടൊക്കെ അവര് ഈ സുവിശേഷം, രാജ്യത്തിന്റെ സുവിശേഷം പറയുകയുണ്ടായി. ബൈബിളിൽ ഡോക്ട്രിൻ ഓഫ് സ്കാറ്ററിംഗ് ആൻഡ് ഗാദറിംഗ് ഓഫ് ഇസ്രായേൽ,
അതായത് ചിതറിപ്പോകുന്നതും കർത്താവ് അവരെ ഒരുമിച്ച് ചേർക്കുന്നതുമായതിൻ്റെ ഒരു സിദ്ധാന്തം നമുക്ക് കാണാൻ കഴിയും. അത് പ്രോഫസി പ്രോഗ്രാമിന്റെ ഭാഗമാണ്. ആ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആവർത്തന പുസ്തകം 28-ന്റെ 64-ാമത്തെ വാക്യം, ലേവ്യ പുസ്തകം, യെരമ്യ പുസ്തകം, നെഹമ്യായിലെ ഒക്കെ ഈ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. നമ്മൾ നെഹമ്യ പുസ്തകം 1-8 തൊട്ട് 9 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ഇവർ ചിതറിപ്പോകാൻ കാരണം എന്തുവാണെന്ന് നമുക്കവിടെ വ്യക്തമായിട്ടുണ്ട്. ഇവർ ദൈവത്തോട് മത്സരിച്ച് ന്യായപ്രമാണം പാലിക്കാതെ ദേശത്തിന് എല്ലാ 7-ാം വർഷവും ദേശം സ്വസ്ഥമായിരിക്കണം. അതായത് ദേശം എന്ന് പറഞ്ഞാൽ ഭൂമി. അവർ ഫാമിങ് ചെയ്യല്ലേ 7-ാമത്തെ വർഷം അങ്ങനെ ചെയ്യാതെ ഇരുന്നു. ആ കാര്യങ്ങൾ ഒക്കെ കൊണ്ട് ന്യായപ്രമാണത്തിനെതിരെ അവർ ന്യായപ്രമാണം പാലിക്കാതെ ദൈവത്തിനോട് മത്സരിച്ചത് കൊണ്ടാണ് അവർ അങ്ങനെ ചെയ്താൽ അവരെ ഭൂമിയുടെ എല്ലാ രാഷ്ട്രങ്ങളിലേക്ക് അവരെ ചിതറിച്ച് കളയും എന്ന് ഉള്ള വാർണിംഗ് ന്യായപ്രമാണം കൊടുത്തപ്പോഴേ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ സെഫന്യാഡ് 3:20, അതുപോലെ തന്നെ യെശയ്യ 43-ന്റെ 5-ാമത്തെ വാക്യം, എസെക്കിയേൽ 37-12 ഇതൊക്കെ വായിക്കുമ്പോൾ, യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാം കർത്താവ് ഇവരെ കൂട്ടിച്ചേർക്കും എന്നുള്ളൊരു കാര്യം കൂടെ പ്രൊഫസി പ്രോഗ്രാമിലുണ്ട്. ഓക്കെ, അപ്പോൾ അനേക ടൈമിൽ അനേക പീരീഡുകളിലായിട്ട് ഈ ചിതറിപ്പോക്കൽ നടന്നിട്ടുണ്ട്. 2 രാജാക്കന്മാർ 17-ന്റെ 6-ാമത്തെ വാക്യത്തിൽ അസറിയ വന്ന് ഇസ്രായേലിനെ ആക്രമിച്ച് ഇസ്രായേലിന്റെ 10 രാജ്യങ്ങളെ കൊണ്ടുപോകുന്നതായിട്ട്, 10 ട്രൈബ് വംശങ്ങളെ കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത് BC 721 നടന്നു. 2 രാജാക്കന്മാർ 25-ന്റെ 21 വായിക്കുമ്പോൾ, ആ ഭാഗം വായിക്കുമ്പോൾ ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റി, യൂദയുടെ ക്യാപ്റ്റിവിറ്റിയെ കുറിച്ച്, ബാബിലോൺ പിടിച്ചു കൊണ്ടുപോയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതേ കാര്യങ്ങൾ യെരമ്യാവിലും എഴുതിയിട്ടുണ്ട്. പിന്നെ അപ്പോസ്തല പ്രവർത്തികൾ 8-ാം അധ്യായത്തിലെ സ്കാറ്ററിംഗ്, പിന്നെ AD 70 ദേവാലയം തകർത്തപ്പോൾ, പിന്നെ AD 135 അവര് സ്കാറ്ററായി പോയി ലോകമെങ്ങും ചിതറി പാർക്കുകയാണ്. എന്നാൽ റാപ്ചറിന് ശേഷം ഒരു വലിയ ചിതറിപ്പോക്കലിനെ കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു പ്രൊഫസൈ ചെയ്തിട്ടുണ്ട് മത്തായി സുവിശേഷത്തിൽ. അതായത് അതിവിശുദ്ധ സ്ഥലത്ത് മ്ലേച്ഛതയുടെ വസ്തു നിൽക്കുമ്പോൾ വായിക്കുന്നവൻ ഗ്രഹിച്ചു കൊള്ളട്ടെ, അവരെന്ത് ചെയ്യണം? വേഗം യഹൂദയിലെ പർവ്വതങ്ങളിലേക്ക് ഓടിപ്പോകണം. അതൊരു ചിതറിപ്പോക്കലാണ്. അതിനുശേഷം കർത്താവായ യേശു ക്രിസ്തുവിന്റെ 2-ാം വരവെങ്കിൽ ഇവരെ കൂട്ടിച്ചേർക്കുന്ന കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം തൊട്ട് യൂദയുടെ ലേഖനം ഡോക്ട്രിനലി എഴുതിയിരിക്കുന്നത് ഈ സ്കാറ്റേർഡ് സെയിൻസിന് വേണ്ടിയാണ്. ഇത് ആപ്ലിക്കബിൾ ആയിരുന്നു അപ്പോസ്തല പ്രവൃത്തിയിൽ. കാരണം അവര് പ്രതീക്ഷിച്ചു യേശു ക്രിസ്തു അവരുടെ ജീവകാലത്ത് തന്നെ മടങ്ങി വരും എന്ന്. അപ്പോൾ തന്നെ അഥവാ ഇസ്രായേൽ മക്കൾ ഒരു രാജ്യമായിട്ട് സ്തേഫാനോസിന്റെ സന്ദേശത്തിങ്കൽ മാനസാന്തരപ്പെട്ട് തന്റെ മസിഹായെ സ്വീകരിച്ചായിരുന്നെങ്കിൽ 7 വർഷത്തെ മഹോപദ്രവകാലവും ഒക്കെ നടന്നേനെ. യേശുക്രിസ്തു വേഗം വന്ന് അവരെ രക്ഷിച്ച് അവരുടെ രാജ്യം വാഗ്ദത്ത നാട്ടിലേക്ക് അവരെ പ്രവേശിച്ചേനെ. പക്ഷെ അവര് സ്തേഫാനോസിനെയും കല്ലെറിഞ്ഞ് കൊന്നതുകൊണ്ട് ആ ഒരു പീരീഡിന് താമസം വന്നു. ദ ഗ്രേസ് ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ്, അല്ലെങ്കിൽ ദ മിസ്റ്ററി പീരീഡ് ആരംഭിക്കുകയുണ്ടായി. നമുക്ക് ചില വാക്യങ്ങൾ വായിച്ച് നമുക്ക് മനസ്സിലാക്കാം. നെഹമ്യാവ് 1-ാം അധ്യായം 8 തൊട്ട് 9 വരെയുള്ള വാക്യം. നിങ്ങൾ ദ്രോഹം ചെയ്താൽ ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ചു കളയും. എന്നാൽ നിങ്ങൾ എങ്കലേക്ക് തിരിഞ്ഞ് എന്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവയെ അനുസരിച്ച് നടന്നാൽ നിങ്ങളുടെ ഭ്രഷ്ടന്മാർ ആകാശത്തിന്റെ അറുതി വരെയും എത്തിയിരുന്നാലും ഞാൻ അവിടെ നിന്ന് അവരെ ശേഖരിച്ച്
എന്റെ നാമം സ്ഥാപിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലത്ത് കൊണ്ടുവരും എന്ന് നിന്റെ ദാസനായ മോശയോട് നീ അരുളി ചെയ്ത വചനം ഓർക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഇനി നമുക്ക് സെഫന്യ 3:20. ആ കാലത്ത് ഞാൻ നിങ്ങളെ വരുത്തുകയും ആ കാലത്ത് ഞാൻ നിങ്ങളെ ശേഖരിക്കുകയും ചെയ്യും. നിങ്ങൾ കാണുകെ ഞാൻ നിങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തുമ്പോൾ ഞാൻ നിങ്ങളെ ഭൂമിയിലെ സകല ജാതികളുടെയും ഇടയിൽ കീർത്തിയും പ്രശംസയും ആക്കി തീർക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. യെശയ്യാ 43:5-6 വരെയുള്ള കാര്യം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിന്റെ സന്തതിയെ ഞാൻ കിഴക്ക് നിന്ന് വരുത്തുകയും പടിഞ്ഞാറ് നിന്ന് നിന്നെ ശേഖരിക്കുകയും ചെയ്യും. ഞാൻ വടക്കിനോട് തരിക എന്നും തെക്കിനോട് തടുത്തു വെക്കരുതെന്നും കൽപ്പിക്കും. ദൂരത്ത് നിന്ന് എന്റെ പുത്രന്മാരെയും ഭൂമിയുടെ അറ്റത്ത് നിന്ന് എന്റെ പുത്രിമാരെയും കൂട്ടിവരുത്തുന്ന കാര്യമാണ് ഈ യെഹെസ്കേൽ 37:12. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു വാക്യമാണ്. അതുകൊണ്ട് നീ പ്രവചിച്ച് അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. പ്രൈസ് ദി ലോർഡ്. ഇനി കർത്താവായ യേശു ക്രിസ്തു ഇവരെ എപ്പോൾ ചേർക്കും എന്നുള്ള കാര്യം യോഹന്നാൻ 14:3 വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. അപ്പോഴെപ്പോഴാണ് ഇവരെ കർത്താവ് ചേർക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തു യോഹന്നാൻ 14:3 പറയുക, ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ ചേർക്കും. അപ്പൊ കർത്താവിന്റെ രണ്ടാം വരവ്, ഒലിവ് മലയിൽ ഉള്ള ആ മഹത്വകരമായ ആ വരവിങ്കലാണ് കർത്താവ് ഇവരെ ചേർത്തുകൊള്ളുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം. 1948 ഇസ്രായേൽ മക്കൾ, യഹൂദന്മാർ തിരികെ വന്നപ്പോൾ അത് പ്രവചനത്തിന്റെ പൂർത്തിയായിരുന്നു? അല്ല. നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം. ഒരു ഫ്യൂച്ചർ സ്കാറ്ററിങ്ങിനെ കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്. കാരണം പലരും പറയും ഇത് ഓൾറെഡി നടന്നു കഴിഞ്ഞു. ഈ അതിവിശുദ്ധ സ്ഥലത്ത് എഫിഫനോസ് വന്നിട്ട് ഒരു പന്നിയെ അറക്കുകയും അതിൻ്റെ രക്തം കലക്കി പുരോഹിതന്മാരെ കുടിപ്പിക്കുകയും ചെയ്ത് അത് ആ ഒരു സംഭവം ഓൾറെഡി നടന്നു കഴിഞ്ഞു എന്ന് പലരും പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് നോക്കാം, ദാനിയേൽ പ്രവചനം 9:27 ആ കാര്യം എടുത്ത് യേശുക്രിസ്തു പറയുന്നത് എങ്ങനെയാണ്? ഭാവിയിൽ നടക്കാനിരിക്കുന്ന ഒരു കാര്യമായിട്ടാണ്. നമുക്കൊന്ന് നോക്കാം. ഈ 3 വാക്യങ്ങൾ വായിക്കാം. ദാനിയേൽ 9:27, മത്തായി 24:15, ലൂക്കോസ് 21:21. ഈ വാക്യങ്ങൾ നമുക്കൊന്ന് മലയാളത്തിൽ വായിക്കാം. അവൻ ഒരാഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാഗവും ഭോജനയാഗവും നിർത്തലാക്കി കളയും. മ്ലേച്ഛതയുടെ ചെറുകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവന്റെ മേൽ കോപം ചെയ്യും. മത്തായി 24:15. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. ഇനി ലൂക്കോസ് 21:21-22 വരെയുള്ള വാക്യം. അന്ന് യഹൂദയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ, അതിന്റെ നടുവിലുള്ളവർ പുറപ്പെട്ടു പോകട്ടെ, നാട്ടുപുറങ്ങളിലുള്ളവർ അതിൽ കടക്കരുത്. എഴുതിയിരിക്കുന്ന എല്ലാം നിവൃത്തിയാകേണ്ടതിന് ആ നാളുകൾ പ്രതികാരകാലം ആകുന്നു. ആ നാളുകൾ പ്രതികാല കാലങ്ങളാകുന്നു. ഇത് ഏതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ആ മഹോപദ്രവകാലം, 7 വർഷത്തെ ആ കരാറ് ഒപ്പിടുന്നത് തൊട്ട് ആരംഭിക്കുന്ന 7-year ട്രിബുലേഷനെ കുറിച്ച് പറയാം. അപ്പൊ യേശു ക്രിസ്തു വ്യക്തമായിട്ട് എടുത്തു പറയുക, ദാനിയേൽ പറഞ്ഞ കാര്യം ഇനി മുൻപോട്ട് നടക്കാൻ പോകുന്നതാണ്. BC 165 സിറിയൻ രാജാവായ എഫിഫനോസ് വന്ന് ചെയ്ത കാര്യമല്ല ദാനിയേലിന്റെ പ്രവചനത്തിന്റെ നിവൃത്തി. അത് ഫ്യൂച്ചറിലാണെന്ന് വളരെ വ്യക്തമാക്കി കാണിക്കുകയാണ്. ഈ 1948 ഇസ്രായേൽ മടങ്ങി വന്നപ്പോൾ അത് പ്രോഫസി, കർത്താവ് അവരെ മടക്കി കൊണ്ടുവരും എന്നുള്ള പ്രോഫസിയുടെ ഫുൾഫിൽമെന്റ് അല്ലായിരുന്നു. കാരണം എന്താണ്? കർത്താവ് അവരെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ
അനേക കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഇത് നമുക്ക് ഈ മലയാളത്തിലുള്ള ഭാഗം ഒന്ന് വായിക്കാം. 1948 ഇസ്രായേലിലേക്കുള്ള ജൂതന്മാരുടെ തിരിച്ചുവരവ് പഴയ നിയമ പ്രവചനങ്ങളുടെ നിവൃത്തിയല്ല. ആത്മീയ പുനഃസ്ഥാപനം, മാനസാന്തരം, മിശിഹായിലുള്ള വിശ്വാസം, ആധുനിക മതേതര രാഷ്ട്രം പൂർണ്ണമായി പാലിക്കാത്ത അവസ്ഥകൾ, ആം, അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും വാഗ്ദാനം ചെയ്ത ദേശത്തിന്റെ ഒരു ഭാഗം മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. മഹാകഷ്ടത്തിന്റെ അവസാനത്തിൽ മിശിഹായുടെ മഹത്തായ തിരിച്ചുവരവിന് ശേഷം മിശിഹ യഹൂദന്മാരെ വാഗ്ദത്ത ദേശത്തേക്ക് കൂട്ടിച്ചേർക്കും. പിതാക്കന്മാർക്ക് വാഗ്ദാനം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളും അവർക്ക് ലഭിക്കും. Praise the Lord. ഇന്നും ഇസ്രായേൽ അന്ധകാരത്തിലാണ്, ഇല്ലേ? ഇസ്രായേലിന്റെ ഒരു ഭാഗത്തിന് അന്ധത വന്നിരിക്കുന്നു എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ കർത്താവ് അവരെ എന്നേക്കുമായി കൈവിട്ടിട്ടില്ല. റാപ്ചറിന് ശേഷം കർത്താവ് വീണ്ടും ആ പ്രവചന പദ്ധതി അല്ലെങ്കിൽ രാജ്യത്തിന്റെ പദ്ധതി ആരംഭിക്കുന്നതായിരിക്കും, അല്ലെ? ഇന്ന് അവർക്ക് കർത്താവ് വാഗ്ദത്തം ചെയ്ത ഭൂമിയുടെ ഒരു ചെറിയൊരു ഫ്രാക്ഷൻ മാത്രമേ അവർക്ക് ലഭിച്ചിട്ടുള്ളൂ. അത് തന്നെയല്ല, ഇന്നും ഇസ്രായേൽ മക്കൾ അവരുടെ പല ഐഡോലേറ്ററി ഇന്നും അവരുടെ ഇടയിൽ തന്നെ ഉണ്ട്. നമുക്ക് എന്നാണ് കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, കർത്താവ് ഇവരെ മടക്കി കൊണ്ടുവരുമ്പോൾ അവരുടെ ഇടയിൽ നിന്നുള്ള അവിശ്വാസവും മ്ലേച്ഛതയും എല്ലാം നീക്കിക്കളയുമെന്ന്. അതെന്നാണ് നടക്കുന്നത്? സക്കറിയാവ് 13:1-2 വാക്യം നമുക്ക് വായിക്കാം. അന്നാളിൽ ദാവീദ് ഗൃഹത്തിനും യെരൂശലേം നിവാസികൾക്കും പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരത്തിനായി ഒരു ഉറവ് തുറന്നിരിക്കും. അന്നാളിൽ ഞാൻ ദേശത്തിൽ നിന്ന് വിഗ്രഹങ്ങളുടെ പേർ ഇല്ലാതാക്കും, ഇനി അവയെ ഓർക്കുകയുമില്ല. ഞാൻ പ്രവാചകന്മാരെയും മലിനാത്മാവിനെയും ദേശത്ത് നിന്ന് നീക്കിക്കളയുമെന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രൈസ് ദി ലോർഡ്. അതപ്പോ പൂർണ്ണമായി നടക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവെങ്കിൽ. ഏതാ? റാപ്ചർ അല്ല, ഒലിവ് മലയിൽ ഉള്ള രണ്ടാം വരവെങ്കിലാണ് കർത്താവ് ഗ്യാദർ ചെയ്യുന്നത്. ഭൂമിയുടെ 4 ദിക്കിൽ നിന്നും ചിതറിപ്പോകുന്ന യഹൂദന്മാരെ കൊണ്ടുവരും, ഇല്ലേ? അവരിൽ നിന്ന് കൊണ്ടുവന്നതിന് ശേഷം വിശ്വസിക്കുന്നവരെ മാത്രം ആ വാഗ്ദത്ത ദേശത്തേക്ക്, ആ മില്ലിനം സഹസ്രാബ്ദ വാഴ്ചയിലേക്ക് പ്രവേശിക്കും. ദൈവത്തിന്റെ രാജ്യത്തെക്കുറിച്ച് അനേക ഉപമകൾ മത്തായി സുവിശേഷങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. അതിലൊക്കെയും ആ ഒരു മീൻവല, ഈ മീൻപിടുത്തക്കാരൻ്റെ ഒരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. വലിയ വല വലിച്ച് കയറ്റിയിട്ട് ഒടുവിൽ ചീത്തയെ അതിനെ എറിഞ്ഞു കളയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവിന്റെ വരവെങ്കിൽ യഹൂദന്മാരെ എല്ലാവരെയും ചേർത്ത് കൊണ്ടുവരും. വിശ്വസിക്കാത്തവരെ എന്ത് ചെയ്യും? പുറന്തള്ളും. വിശ്വസിക്കുന്നവർ 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിക്കും. ഇനി നമുക്ക് ഡോക്ട്രിനൽ ഡിഫറൻസ്, മിസ്റ്ററി പ്രോഗ്രാമും പ്രൊഫസി പ്രോഗ്രാമും തമ്മിലുള്ള ഡോക്ട്രിനൽ ഡിഫറൻസസ് ഈ ലേഖനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഒന്നാമത്തെ ഡോക്ട്രിനൽ ഡിഫറൻസ്, പ്രവൃത്തി, രക്ഷയ്ക്ക് വേണ്ടി പ്രവൃത്തിയും വിശ്വാസത്തിനോട് കൂടെ പ്രവൃത്തിയും ആവശ്യമാണ്. പ്രവൃത്തി മാത്രം കൊണ്ട് രക്ഷ നേടാം എന്നല്ല, മറിച്ച് വിശ്വാസത്തിനോടൊപ്പം പ്രവൃത്തിയും വേണം. അതിനെക്കുറിച്ച് യാക്കോബിന്റെ ലേഖനത്തിൽ 2-ാം അധ്യായം 14-ാം വാക്യം, അതിൻ്റെ 17-ാമത്തെ വാക്യം മുതൽ 26 വരെ ഉള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് എന്തോ 26-ാമത്തെ വാക്യം എന്നാ, ഫോർ ആസ് ദ ബോഡി വിതൗട്ട് ദ സ്പിരിറ്റ് ഈസ് ഡെഡ്, സോ ഫെയ്ത്ത് വിതൗട്ട് വർക്ക് ഈസ് ഓൾസോ ഡെഡ്. അതിൻ്റെ 2-ന്റെ-14 ചോദിക്കുക, വിശ്വാസം കൂടാത്ത, പ്രവൃത്തി കൂടാത്ത വിശ്വാസം രക്ഷിക്കാൻ കഴിയുമോ? ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതേസമയം റോമർക്കെഴുതിയ ലേഖനം 4-5, എഫേസ്യർക്കെഴുതിയ ലേഖനം 2 അതിൻ്റെ 8-9 വാക്യമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ബോഡി ഓഫ് ക്രൈസ്റ്റ് അല്ലെങ്കിൽ ഈ കൃപായുഗത്തിൽ പൗലോസിന് കർത്താവായ യേശു ക്രിസ്തു വെളിപ്പെട്ട് ആ മർമ്മം വെളിപ്പെടുത്തി കൊടുക്കുന്ന ആ സമയം മുതൽ തൊട്ട് സഭയുടെ ഉൽപ്രാവണം വരെ ഉള്ള ആ പീരീഡിൽ രക്ഷയ്ക്ക് പ്രവൃത്തി ആവശ്യമേ അല്ല. രക്ഷ പ്രവർത്തിയാലാണെങ്കിൽ കൃപയാലല്ല, കൃപയാലാണെങ്കിൽ പ്രവർത്തിയാലുമല്ല.
അതാണ് ഇത്. നമുക്ക് മലയാളത്തിൽ ഈ വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. യാക്കോബിന്റെ ലേഖനം. സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരം എന്ത്? ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ? അങ്ങനെ വിശ്വാസവും പ്രവൃത്തികൾ ഇല്ലാത്തതായാൽ സ്വതവേ നിർജീവമാകുന്നു. എന്നാൽ ഒരുത്തൻ നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവൃത്തികളുണ്ട് എന്ന് പറയുമായിരിക്കും. നിന്റെ വിശ്വാസം പ്രവൃത്തികൾ കൂടാതെ കാണിച്ചു തരിക. ഞാനും എന്റെ വിശ്വാസം പ്രവൃത്തികളാൽ കാണിച്ചു തരാം. ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാകുന്നു. വളരെ വ്യക്തമായിട്ടാണ് യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. വിശ്വാസത്തിനോട് കൂടി പ്രവൃത്തിയും വേണം രക്ഷയ്ക്ക് വേണ്ടി. ഈ ടോൺ, ഇതേ കാര്യം ഹെബ്രായർക്കെഴുതിയ ലേഖനത്തിൽ നമ്മൾ കണ്ടു. അത് തന്നെ നമ്മൾ വെളിപ്പാട് വരെയും ഇങ്ങനെ കാണുകയാണ്. എന്നാൽ ബോഡി ഓഫ് ക്രൈസ്റ്റിനെ സംബന്ധിച്ചുള്ള കാര്യം നമുക്ക് മലയാളത്തിൽ വായിച്ചു കേൾക്കാം. റോമർ 4:5. പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. പ്രൈസ് ദി ലോർഡ്. എഫേസ്യർ 2:8-9. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവർത്തികളും കാരണമല്ല. പ്രൈസ് ദി ലോർഡ്. ആർക്കും പ്രശംസിക്കാൻ വകയില്ല. അടുത്തത് തീത്തോസ് 3:5-7. അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവൃത്തികളാലല്ല, തന്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്. നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശപ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മളുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെ. ഈ വാക്യത്തിലെ പുനർജന്മ സ്നാനം എന്ന് പറയുമ്പോൾ ജലസ്നാനമല്ല. ബോഡി ഓഫ് ക്രൈസ്റ്റിന് പൗലോസ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമുക്ക് ഒരു ശരീരം, ഒരു ദൈവം, ഒരു പിതാവ്, ഒരു സ്നാനം. അതേതാണ്? കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് വിശ്വസിക്കുന്നവരെ ക്രിസ്തുവിന്റെ ശരീരത്തിലേക്ക് സ്നാനം കഴിപ്പിക്കുന്നു. ആ സ്നാനം എപ്പോഴാണ് നടക്കുന്നത്? നാം നമ്മുടെ രക്ഷയുടെ സുവിശേഷം, കൃപയുടെ സുവിശേഷം കേൾക്കുമ്പോൾ, അത് വിശ്വസിക്കുമ്പോൾ, യേശു എനിക്ക് വേണ്ടി, എൻ്റെ പാപങ്ങൾക്കും വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവാണ് ആ സ്നാനം ചെയ്യുന്നത്. നമ്മളെ ക്രിസ്തുവിന്റെ ശരീരത്തിലേക്ക് സ്നാനപ്പെടുത്തുകയാണ്, അല്ലേ? ഗലാത്യർക്കെഴുതിയ ലേഖനം 2:16 വായിക്കാം. എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലല്ലാതെ ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് അറിഞ്ഞിരിക്കൊണ്ട് നാമും ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാലല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തു യേശുവിൽ വിശ്വസിച്ചു. ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് അടുത്ത കാര്യം, വർക്ക്സ് ആർ റിക്വയർഡ് ഫോർ ജസ്റ്റിഫിക്കേഷൻ. ഡോക്ടറിനിലെ നീതീകരണത്തിന് വേണ്ടി പ്രവൃത്തിയും ആവശ്യമാണെന്നുള്ളതാണ്. നമുക്ക് വായിക്കാം ചില വാക്യങ്ങൾ. ഈ നമ്മളിപ്പോൾ തന്നെ വായിച്ചത് ഈ യാക്കോബിന്റെ ലേഖനം 2:21 വാക്യം മുതൽ 26 വരെയുള്ള വാക്യം എടുത്തിട്ട് ഈ യാക്കോബ് അപ്പോസ്തലൻ പറയുക, എബ്രഹാമും റാഹാബിനെയും ഒരു ഉദാഹരണമായിട്ട്, അതായത് പ്രവൃത്തിയോടുകൂടെ നീതീകരിക്കപ്പെട്ടതിൻ്റെ ഉദാഹരണമായിട്ട് എടുത്ത് പറയുകയാണ്. നമ്മൾ ഈ വാക്യം ഒന്ന് വായിക്കാം മലയാളത്തിൽ. 21-26 വരെ യാക്കോബ് 2-ാം അധ്യായം. നമ്മുടെ പിതാവായ അബ്രഹാം തന്റെ മകനായ ഇസ്ഹാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാൽ അല്ലയോ നീതീകരിക്കപ്പെട്ടത്? അവന്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചു എന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായി എന്നും നീ കാണുന്നുവല്ലോ. അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അത് അവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി അവൻ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് പേർ പ്രാപിച്ചു. അങ്ങനെ മനുഷ്യൻ വെറും വിശ്വാസത്താലല്ല, പ്രവൃത്തികളാൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ കാണുന്നു. അവണ്ണം രാഹാബ് എന്ന വേശ്യയും ദൂതരെ കൈക്കൊള്ളുകയും വേറൊരു വഴിയായി പറഞ്ഞയക്കുകയും ചെയ്തതിൽ
പ്രവൃത്തികളാൽ അല്ലയോ നീതീകരിക്കപ്പെട്ടത്? ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാകുന്നു. വാക്യം നമ്മൾ വായിച്ചപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോ, പ്രവൃത്തിയാണ് വിശ്വാസത്തെ തികവാക്കുന്നത്. പക്ഷെ അങ്ങനെയാണോ ബോഡി ഓഫ് ക്രൈസ്റ്റ്? ഈ ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസിൽ നമുക്ക് നോക്കാം, അബ്രഹാമിൻ്റെ 2 നീതീകരണത്തെ കുറിച്ചാണ് ബൈബിളിൽ നമുക്ക് വായിക്കാൻ കഴിയും. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് അബ്രഹാമിൻ്റെ നീതീകരണം ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിലെ നീതീകരണമാണ്. എന്തോ, ഹി ബിലീവ്ഡ് ഇൻ ദ ലോർഡ് ആൻഡ് ഹി കൗണ്ടഡ് ഇറ്റ് ടു ഹിം ഫോർ റൈച്ചസ്നെസ്. അനേക സന്തതികളുടെ പിതാവാകും, അനേക രാഷ്ട്രങ്ങളുടെ പിതാവാകും എന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം അത് വിശ്വസിച്ചു. മനസ്സിലാകുന്നുണ്ടോ? അതാണ്, ആ ഒരു ഭാഗമാണ് പൗലോസ് അപ്പോസ്തലൻ എടുത്ത് പറയുന്നത് റോമർക്കെഴുതിയ ലേഖനം 4:2, 4-ാം അധ്യായം 4-ാം വാക്യത്തിലൊക്കെ യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞതിന്റെ വിപരീതമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. യാക്കോബ് അപ്പോസ്തലൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? കണ്ടില്ലേ, വിശ്വാസത്താൽ മാത്രമല്ല പ്രവൃത്തിയോട് കൂടെയാണെന്നാണ് യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞത്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് എന്താ? അതിന് നേരെ ഓപ്പോസിറ്റ്. 4:2, റോമർക്കെഴുതിയ ലേഖനം 4:2, ഫോർ ഇഫ് ഏബ്രഹാം were justified by works, he hath whereof to glory, but not before God. For what saith the scripture? Abraham believed God, and it was counted unto him for righteousness. മനസ്സിലാകുന്നുണ്ടോ? അതേസമയം യാക്കോബ് അപ്പോസ്തലൻ അബ്രഹാമിന്റെ 2-ാമത്തെ നീതീകരണം ഉൽപ്പത്തി 22:12 ഭാഗത്തിൽ, അതായത് മകനെ യാഗമർപ്പിച്ചതായിട്ട് നമുക്ക് തോന്നും. അതുപോലെ വാളെടുത്തു. അപ്പോഴാണ് സ്വർഗത്തിൽ നിന്ന് യഹോവയുടെ ദൂതൻ പറയുന്നത്, അരുതേ, മകന്റെ മേൽ കൈവെക്കരുതേ. അതിനുശേഷം ആ ഒരു പ്രവൃത്തി കൊണ്ടാണ് അബ്രഹാം നീതീകരിക്കപ്പെട്ട. ആ നീതീകരണത്തെ കുറിച്ചാണ് യാക്കോബ് അപ്പോസ്തലൻ 2-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ 23-ാമത്തെ വാക്യത്തിലും പറയുന്നത്. നമുക്ക് ഈ ഭാഗം മലയാളത്തിൽ വായിച്ചൊന്ന് കേൾക്കാം. വിശ്വാസത്താൽ മാത്രം പൗലോസ്, ഉൽപ്പത്തി 15:6, അവൻ യഹോവയിൽ വിശ്വസിച്ച് അത് അവന് നീതിയായി കണക്കിട്ടു. റോമർ 4:2-5 വരെ, അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടു എങ്കിൽ അവന് പ്രശംസിപ്പാൻ സംഗതിയുണ്ട്, ദൈവസന്നിധിയിൽ ഇല്ലതാനും. തിരുവെഴുത്ത് എന്ത് പറയുന്നു? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്ന് തന്നെ. എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല, കടമായിട്ടത്രേ. പ്രവർത്തിക്കാത്തവൻ എങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. വളരെ വ്യക്തമായിട്ട് പൗലോസ് പറയുക, ഗ്രേസ് പീരീഡിൽ പ്രവൃത്തിക്ക് നീതീകരണത്തിന് ഒരു പങ്കുമില്ല എന്ന്. നമുക്ക് ഒരു ഭാഗം നമുക്കൊന്ന് മലയാളത്തിൽ നിന്ന് വായിക്കാം. റോമർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 8-12 വരെയുള്ള ഭാഗം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. ഈ ഭാഗ്യവർണ്ണനം പരിച്ഛേദനയ്ക്കോ അഗ്രചർമ്മത്തിന് കൂടെയോ അബ്രഹാമിന് വിശ്വാസം നീതിയായി കണക്കിട്ടു എന്നല്ലോ നാം പറയുന്നത്. എങ്ങനെ കണക്കിട്ടത്? പരിച്ഛേദനയിലോ അഗ്രചർമ്മത്തിലോ? പരിച്ഛേദനയിലല്ല, അഗ്രചർമ്മത്തിലത്രേ. അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്നു വിശ്വാസനീതിക്ക് മുദ്രയായി. പരിച്ഛേദന എന്ന അടയാളം അവന് ലഭിച്ചത് അഗ്രചർമ്മത്തോടെ വിശ്വസിക്കുന്നവർക്കും കൂടെ നീതി കണക്കിടപ്പെടുവാൻ തക്കവണ്ണം താൻ അവർക്ക് എല്ലാവർക്കും പിതാവായിരിക്കേണ്ടതിനും. പരിച്ഛേദന മാത്രമുള്ളവരല്ല, നമ്മുടെ പിതാവായ അബ്രഹാമിന് അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസത്തെ അനുഗമിക്കുന്നവരുമായ പരിച്ഛേദനക്കാർക്ക് പിതാവായിരിക്കേണ്ടതിനും തന്നെ. ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു വാക്യമാണ് 4:8-12 വരെ. ബ്ലെസ്സഡ് ഈസ് ദ മാൻ ടു ഹിം ദ ലോർഡ് വിൽ നോട്ട് ഇംപ്യൂട്ട് സിൻ. ഈ ബ്ലെസ്സഡ്നെസ്സിനെ കുറിച്ച് പറയുകയാണ് എപ്പോഴാണ് അബ്രഹാം നീതീകരിക്കപ്പെട്ടത്? when he was circumcised or before he was circumcised? എപ്പോഴാണ്
അബ്രഹാം നീതീകരിക്കപ്പെട്ടതെന്ന് ചോദിച്ചതിന് ശേഷം പൗലോസ് അപ്പോസ്തലൻ പറയുക, വൈൽ ഹി വാസ് യെറ്റ് ഇൻ ഹിസ് അൺസർക്കംസിഷൻ. സർക്കംസിഷന് മുന്നേ തന്നെ അബ്രഹാമിനെ നീതീകരിച്ചു. ആ ഒരു നീതീകരണം കാരണമാണ് അബ്രഹാം ഇന്ന് ബോഡി ഓഫ് ക്രൈസ്റ്റ്, അല്ലെങ്കിൽ ഇന്ന് പ്രവൃത്തി കൂടാതെ വിശ്വസിച്ച് വിശ്വാസത്താൽ മാത്രം നീതീകരിക്കപ്പെടുന്ന വ്യക്തികളുടെയും വിശ്വാസത്തിന്റെ പിതാവായി മാറിയിരിക്കുന്നത്. ആ കാര്യമാണ് റോമർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 8 തൊട്ട് 12 വരെയുള്ള ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അതേസമയം നമുക്കറിയാം യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് ഏതാണ്? അബ്രഹാം എങ്ങനെ നീതീകരിക്കപ്പെട്ടെന്നാണ്? വിശ്വാസ ആൻഡ് പ്രവൃത്തി, വിശ്വാസവും പ്രവൃത്തി. അത് തന്നെയല്ല യാക്കോബ് പറയുന്നത്, അബ്രഹാമിന്റെ പ്രവൃത്തിയാണ് വിശ്വാസത്തെ തികവുള്ളതാക്കി മാറ്റിയത്. അങ്ങനെയല്ല ബോഡി ഓഫ് ക്രൈസ്റ്റിന് വേണ്ടി റോമർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കുമ്പോഴാണ് നമുക്ക് റോമർക്കെഴുതിയ ലേഖനം വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മൂന്നാമത്തെ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഹെബ്രായർക്കെഴുതിയ ലേഖനം മുതൽ വെളിപ്പാട് വരെയൊക്കെ വായിക്കുമ്പോൾ ന്യായപ്രമാണത്തിന്റെ പാലനം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തി 21-ാം അധ്യായത്തിൽ പോലും യാക്കോബ് അപ്പോസ്തലൻ പൗലോസ് അപ്പോസ്തലനെ വിളിച്ചിട്ട് കാണിക്കുകയാണ്, നോക്ക് സഹോദര, എത്ര ആയിരങ്ങൾ വിശ്വസിക്കുന്നു, ഇവരെല്ലാവരും ന്യായപ്രമാണത്തിന് താല്പര്യരാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അപ്പൊ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേറ്റിന് ശേഷവും പെന്തക്കോസ്തിൽ അവർക്ക് ഉയരങ്ങളിൽ നിന്ന് സ്വർഗങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവിന് ലഭിച്ചതിന് ശേഷവും അവരെങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്തത്? വിശ്വാസവും അതിനോടുകൂടെ ന്യായപ്രമാണത്തിന്റെ പ്രവർത്തനവും. അങ്ങനെയാണ് അവർ പോയിരിക്കുന്നത്. പക്ഷേ നമുക്ക് അറിയാം, നമുക്ക് ഈ ഭാഗം ഒന്ന് വായിക്കാം. യാക്കോബിന്റെ പുസ്തകം 2-ാം അധ്യായം 8 തൊട്ട് 13 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. എന്നാൽ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്ന തിരുവെഴുത്തിന് ഒത്തവണ്ണം രാജകീയ ന്യായപ്രമാണം നിങ്ങൾ നിവർത്തിക്കുന്നു എങ്കിൽ നന്ന്. മുഖപക്ഷം കാണിച്ചാലോ പാപം ചെയ്യുന്നു. നിങ്ങൾ ലംഘനക്കാർ എന്ന ന്യായപ്രമാണത്താൽ തെളിയുന്നു. ഒരുത്തൻ ന്യായപ്രമാണം മുഴുവനും അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിനും കുറ്റക്കാരനായി തീർന്നു. വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചവൻ കുല ചെയ്യരുത് എന്നും കൽപ്പിച്ചിരിക്കുന്നു. നീ വ്യഭിചാരം ചെയ്യുന്നില്ലെങ്കിലും കുല ചെയ്യുന്നുവെങ്കിൽ ന്യായപ്രമാണം ലംഘിക്കുന്നവനായി തീർന്നു. സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടുവാനുള്ളവരെ പോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുവിൻ. കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും. കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കണ്ടോ അതിന്റെ ഇമ്പോർട്ടൻസ്? കണ്ടോ എങ്ങനെ അവര് ന്യായപ്രമാണം പാലിക്കണം എന്നുള്ളൊരു കാര്യം. ഈ ദ റോയൽ രാജകീയ ന്യായപ്രമാണം ലേവ്യ പുസ്തകം 19-18 വാക്യമാണ് യാക്കോബ് അപ്പോസ്തലൻ എടുത്ത് കോട്ട് ചെയ്തിരിക്കുന്നത്. അത് നമുക്കൊന്ന് വായിക്കാം. നിന്റെ ജനത്തിന്റെ മക്കളോട് പക വെക്കരുത്. കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഞാൻ യഹോവയാകുന്നു. അല്ലേ? അപ്പൊ കണ്ടില്ലേ? അപ്പൊ യാക്കോബ് അപ്പോസ്തലൻ ആർക്കാണ് എഴുതുന്നത്? അന്യജാതികളായ നമ്മൾക്കാണോ അതോ യഹൂദർക്കാണോ? യഹൂദർക്കും വേണ്ടിയാണ്, അല്ലേ? ഈ റാപ്ചറിന് ശേഷം അന്യജാതികളായ നമ്മൾക്ക് എന്തില്ല? രക്ഷയുടെ മാർഗമില്ല. രക്ഷയ്ക്ക് ഒരൊറ്റ വഴിയേ ഉള്ളൂ ആ കാലഘട്ടത്തിൽ. എന്താണ്? ചിതറി വന്നിരിക്കുന്ന യഹൂദന്മാരെ സംരക്ഷിക്കണം. അവർ വാതിൽ മുട്ടിയാൽ അവർക്ക് നമ്മൾ തുറന്ന് അവർക്ക് വേണ്ടുന്ന സഹായം ചെയ്യണം. അവർ യാചിച്ചാൽ നമ്മൾ അവർ യാചിക്കുന്നത് സാധിപ്പിച്ചു കൊടുത്താൽ, അവരന്വേഷിക്കുമ്പോൾ നമ്മൾ അവർ അന്വേഷിക്കുന്നത് കണ്ടെത്തി അവർക്ക് കൊടുത്താൽ എന്തു പറ്റും? ദൈവം അത് നീതിയായിട്ട് എണ്ണും. 1000 ആണ്ട് വാഴ്ചയിലേക്ക് കടക്കാനും കഴിയും. അതാണ് കർത്താവായ യേശുക്രിസ്തു വരുമ്പോൾ ദ ജഡ്ജ്മെന്റ് ഓഫ് ദ നേഷൻസ്, ജാതികളുടെ രാജ്യങ്ങളെ ന്യായം വിധിക്കുമ്പോൾ ഇടത്തും വലത്തും രണ്ട് ടൈപ്പിലെ നേഷൻസ് ആണ് നിൽക്കുന്നത്. എല്ലാം ജാതികളാണ്. ഓക്കെ, ഒന്ന് ഷീപ്പ് നേഷൻ ആൻഡ് ഗോട്ട് നേഷൻ. ഷീപ്പ് നേഷൻ ആരാണ്? അവർക്ക് വേണ്ടി യഹൂദരോട് ദയ കാണിച്ചവർ. അവരോട് പറയും എന്തുവാ?
വരുവീൻ, നിങ്ങൾക്കായി ലോകാരംഭം മുതൽ ഒരുക്കി വച്ചിരുന്ന രാജ്യത്തിലേക്ക് പ്രവേശിപ്പീൻ. കണ്ടോ, അന്യജാതികളും അബ്രഹാമിന്റെ സന്തതി മുഖാന്തരം അനുഗ്രഹം പ്രാപിക്കും എന്നുള്ള പ്രവചനത്തിന്റെ പൂർത്തീകരണമാണത്. അതേസമയം അവരെ സഹായിക്കാത്തവർ, അവർക്ക് എന്താ, നിത്യാഗ്നിയിലേക്ക് അവരിറങ്ങിപ്പോവുകയാണ്. അപ്പൊ അതാണ് ഈ കാര്യങ്ങൾ. ന്യായപ്രമാണത്തിന്റെ കീപ്പിംഗ് ഓഫ് ദ ലോ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ജസ്റ്റിഫിക്കേഷൻ. അതേസമയം പൗലോസ് അപ്പോസ്തലൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ബോഡി ഓഫ് ക്രൈസ്റ്റിനെ നമുക്കൊന്ന് കമ്പയർ ചെയ്തൊന്ന് പഠിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം വാക്യങ്ങൾ നമുക്ക് മലയാളത്തിൽ ഒന്ന് വായിക്കാം. റോമൻസ് 3:27-28. ആകയാൽ പ്രശംസ എവിടെ? അത് പോയി ഏതു മാർഗത്താൽ? കർമ്മമാർഗത്താലോ അല്ല, വിശ്വാസമാർഗത്താൽ അത്രേ. അങ്ങനെ മനുഷ്യൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം അനുമാനിക്കുന്നു. അടുത്തത് റോമർ 3:20-21 വരെയുള്ള വാക്യം. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിങ്കലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3:9 വായിക്കാം. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നോക്കണേ, ഈ 3 വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് പറയുക, നീതീകരണം പ്രവൃത്തിയാൽ അല്ല, നല്ല പ്രവൃത്തിയാൽ അല്ല, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാൽ അല്ല. അപ്പോൾ ഈ റോമർക്കെഴുതിയ ലേഖനം 3:20 ഫിലിപ്പിയർ 3:9 നമ്മൾ കാണുന്ന അതേ സ്റ്റേറ്റ്മെന്റ് ഏതാ? ഫെയ്ത്ത് ഓഫ് ക്രൈസ്റ്റ്. അതിന്റെ റോമർക്കെഴുതിയ ലേഖനം 3:21 വാക്യം പറയുന്നത്, ഈവൻ ദ റൈച്ചസ്നെസ് ഓഫ് ഗോഡ് വിച്ച് ഈസ് ബൈ ഫെയ്ത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. 2 കാര്യങ്ങളിലെ ആൾക്കാരെയാണ് പറഞ്ഞിരിക്കുന്നത്. അൺ ടു ഓൾ, ഈ രക്ഷയുടെ മാർഗം, ഈ ക്രിസ്തുവിന്റെ വിശ്വാസം എല്ലാവർക്കും അവൈലബിളാ. പക്ഷെ ആർക്കാണത് ലഭിക്കുന്നത്? രണ്ടാമത്തെ ഗ്രൂപ്പ് ആൾക്കാർ. ആൻഡ് അപ്പോൺ ഓൾ ദം ദാറ്റ് ബിലീവ്, വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ക്രിസ്തുവിന്റെ വിശ്വാസം പകരപ്പെടുകയുള്ളൂ, ക്രിസ്തുവിന്റെ നീതി അവർക്ക് പകരപ്പെടുകയുള്ളൂ. ഫിലിപ്പിയർ 3:9 വായിക്കുന്നത് എത്ര മനോഹരമായ ഒരു കാര്യമാണ്. നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന മാത്രമേ ക്രിസ്തുവിന്റെ വിശ്വാസം നമ്മളിലേക്ക് പകരപ്പെടുകയാണ്, ക്രിസ്തുവിന്റെ നീതി നമ്മളിലേക്ക് പകരപ്പെടുകയാണ്. അതാണ് പൗലീൻ ലോ ഓഫ് ജസ്റ്റിഫിക്കേഷൻ. നമുക്ക് ഈ ഒരു ചാർട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. ഈ മഹോപദ്ര കാലത്തെ കുറിച്ച് ബൈബിളിൽ അനേക പദങ്ങൾ എഴുതിയിട്ടുണ്ട്. ചില പദങ്ങൾ നമുക്കൊന്ന് വായിക്കാം. യാക്കോബിന്റെ ലേഖനം 1:2 വാക്യം നമുക്ക് ഇതൊന്ന് വായിക്കാം. വിവിധ പ്രലോഭനങ്ങളുടെ കാലഘട്ടം, വിവിധ പ്രലോഭനങ്ങളുടെ കാലഘട്ടം എന്നാണ് എഴുതിയിരിക്കുന്നത്. വിവിധ പരീക്ഷകളിൽ 1 പത്രോസ് 1:6 നാനാ പരീക്ഷകളാൽ, ലൂക്കോസ് 21:22 ആ നാളുകൾ പ്രതികാരകാലം, ഇരമ്യാവ് 30:7 യാക്കോബിന്റെ കഷ്ടകാലം, മത്തായി 24:21 മഹാകഷ്ടകാലം, ലൂക്കോസ് 21:22 ദാനിയേൽ 12:1 മർക്കോസ് 13:19 കഷ്ടകാലം, 1 തെസ്സലോനിക്കർ 5:4 ഇരുട്ടെ രാത്രിയുടെ മക്കൾ, 1 തെസ്സലോനിക്കർ 5:9 കോപം, യെശയ്യാവ് 7:18-25 18-25 വരെ യഹോവയുടെ ദിവസം. യഹോവയുടെ ദിവസം, ഇങ്ങനെ പല നാമങ്ങളിലാണ് ഈ പീരീഡ്, ഈ അവസാനത്തെ ദാനിയേൽ പ്രവചനത്തിന്റെ 70-ാമത്തെ ആഴ്ചയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചില വാക്കുകളാണ് നമ്മളിപ്പോൾ വായിച്ചിരിക്കുന്നത്. നമുക്ക് രണ്ടാം വരവിനെ, ക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് 2 പത്രോസ് 3:10 യോവേൽ 3:14 എന്ന് മുതലായ വാക്യങ്ങളിൽ ഡേ ഓഫ് ദ ലോർഡ്,
യഹോവയുടെ ദിവസം എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അത് എന്തോ ഭയങ്കര ഇരുട്ടും അന്ധകാരത്തിൻ്റെ ദിവസമാണെന്നാണ് എഴുതിയിരിക്കുന്നത്. ദ സെക്കൻഡ് കമ്മിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ 1 പത്രോസ് 2:12 ദ ഡേ ഓഫ് വിസിറ്റേഷൻ, നിന്റെ സന്ദർശന ദിവസം എന്നാണ് കർത്താവിൻ്റെ രണ്ടാം വരവ്, ഒലിവ് മലയിൽ വരുന്ന ആ രണ്ടാം വരവ്, ആ ദിവസത്തെ വർണ്ണിച്ചിരിക്കുന്നത്. മത്തായി സുവിശേഷം 24:30 എന്താ ഗ്ലോറിയസ് കമ്മിങ്, അതായത് മഹത്വ പ്രത്യക്ഷത എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ശ്രദ്ധിക്കാൻ വന്നത് ഈ 1 തെസ്സലോനിയർ 5:4 ഭാഗത്തിൽ പറയുകയാണ്, നാം ഇരുട്ടിനുള്ളവരല്ല, നമ്മൾ രാത്രിയുടെ മക്കൾ അല്ല. ഇവിടെ കർത്താവായ യേശുക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷ സമയത്ത് ഈ കാലഘട്ടത്തെക്കുറിച്ച് പറയുകയുണ്ടായി. ആർക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത ഇരുട്ട് വരുന്നു, ഒരു രാത്രി വരുന്നു, അല്ലേ? അപ്പൊ നമ്മൾക്ക് ബോഡി ഓഫ് ക്രൈസ്റ്റ്, സഭയ്ക്ക് വേണ്ടി പൗലോസ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നമ്മൾ വായിക്കുന്നതിന് മുൻപ് ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം മുതൽ വെളിപ്പാട് പുസ്തക ലേഖനങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ ജൂവിഷ് റെമനന്റ്, ഈ ഒരു സമയത്ത് യഹൂദ വിശ്വാസികൾ ഈ ഒരു കാലഘട്ടം, അതായത് റാപ്ചറിന് ശേഷമുള്ള കാലഘട്ടം എങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യം, അവരുടെ രക്ഷയ്ക്കായിട്ട് ആ ഒരു പീരീഡിൽ എന്തവർ ചെയ്യണം, എങ്ങനെ അവർക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയും എന്നുള്ള കാര്യമാണ് വർണ്ണിച്ചിരിക്കുന്നത്. റൈറ്റ്? എന്നാൽ ബോഡി ഓഫ് ക്രൈസ്റ്റിനെ കുറിച്ച് 1 തെസ്സലോനിയർ 5-ാം അധ്യായം ചില വാക്യങ്ങൾ, നമുക്ക് 1 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്നു ഭവിക്കും. അവർക്ക് തെറ്റി ഒഴിയാവതുമല്ല. എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളും ആകുന്നു. നാം രാത്രിക്കും ഇരുളിനും ഉള്ളവരല്ല. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ബാക്കി വാക്യം വായിക്കുന്ന മുമ്പ് ഞാനൊരു കാര്യം പറയാൻ അവിടെ ആഗ്രഹിക്കുന്നത്, കണ്ടില്ലേ, ഈ അവർ സമാധാനം എന്ന് പറയുമ്പോൾ, നിർഭയം എന്ന് പറയുമ്പോൾ, ഗർഭിണിക്ക് പ്രസവവേദന പോലെ, ഇത് ഏതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ആ മഹോപദ്രവകാലത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ദാനിയേലിന്റെ 70-ാമത്തെ ആഴ്ചയെക്കുറിച്ച്, ഇതിനെക്കുറിച്ച് മത്തായി സുവിശേഷത്തിൽ യേശുക്രിസ്തു പറഞ്ഞ അത് ഭാവിയിൽ വരുവാനുള്ള കാര്യം, ഇല്ലേ? അത് പറഞ്ഞതിന് ശേഷം പൗലോസ് പറയുക, നമ്മൾ ഇരുട്ടിനുള്ളവരല്ല, നമ്മൾ രാത്രിയുടെ മക്കളല്ല. അതിന്റെ അർത്ഥം എന്താ? ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് വിൽ നോട്ട് ഗോ ത്രൂ ദ പീരിയഡ് ഓഫ് ട്രിബുലേഷൻ. അതായത് നമ്മൾ റാപ്ചറിൽ എടുക്കപ്പെടും, നമ്മൾ ഇവിടെ കൈവിടപ്പെട്ടു പോവുകയില്ല എന്നുള്ളൊരു കാര്യം നമുക്ക് താഴോട്ട് വായിക്കാം. ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോട് കൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചിരിക്കുന്നത്. ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീക വർധന വരുത്തിയും പോരുവിൻ. പ്രൈസ് ദി ലോർഡ്. 11-ാമത്തെ വാക്യം വളരെ വ്യക്തമായിട്ട് പൗലോസ് പറയും, നമ്മൾ കോപ ദിനത്തിനുള്ളവർ അല്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് അനേക സഭ ഈ ഡോക്ടറിൻ, ഈ സിദ്ധാന്തങ്ങളിൽ നിന്ന് എന്ത് ചെയ്തിരിക്കുക? മാറിയിരിക്കുക. 11-ാമത്തെ വാക്യം ഇംഗ്ലീഷിൽ പറഞ്ഞ, wherefore comfort yourself together and edify one another even as he also do. ഇന്ന് നമ്മുടെ ഒരു ഗ്രേറ്റ് കമ്മീഷന്റെ ഒരു ഭാഗം എന്തുവാ? അന്യോന്യം ഈ ഒരു വലിയ പ്രത്യാശയുടെ ദിനത്തെ കുറിച്ച് പറഞ്ഞും ഓർപ്പിച്ചും അന്യോന്യം പ്രബോധിപ്പിച്ച് നമ്മൾ മുന്നോട്ട് വരണം. ഇന്ന് അനേക സഭകൾ ഈ മഹോപദ്രവത്തിൽ കൂടി കടന്നു പോകും എന്നുള്ള ഒരു ടീച്ചിങ്ങിലേക്കാണ് വന്നിരിക്കുന്നത്. അത് ദൈവവചനത്തിന് വിപരീതമാണ്. 4-ാമത്തെ കാര്യം നമ്മൾ ഹെബ്രായർക്ക് ലേഖനത്തിലും നമ്മൾ കണ്ടത് എന്തോ? രക്ഷ കണ്ടീഷണലാണ്, വ്യവസ്ഥകളോടുകൂടിയാണ് അവർക്ക് രക്ഷ. നമുക്ക് മുൻപോട്ട് പോകാം. നമ്മൾ ഈ കാര്യങ്ങൾ
റിജോയ്സിങ് ഇൻ ട്രയൽസ്, അതായത് പീഡനങ്ങളിലും പരിശോധനയുടെ മധ്യേ എന്ത് ചെയ്യണം? സന്തോഷിക്കണം, പിറുപിറുക്കല്ലേ. മുമ്പ് ഇസ്രായേൽ മക്കൾ വാഗ്ദത്ത ദേശത്തിന് മുമ്പ് പിറുപിറുത്തതുപോലെ പിറുപിറുക്കരുത്, സഹിഷ്ണുത വേണം എന്നൊക്കെ പഠിപ്പിക്കുകയാണ് യാക്കോബിന്റെ ലേഖനം 1:2-8, അതിന്റെ 13-ാമത്തെ വാക്യം തൊട്ട് 18-ാമത്തെ വാക്യം വരെ. എന്നിട്ട് യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 2-8 വരെ പറയുകയാണ്, യു ഹാവ് ടു പെർസിവിയർ ഇൻ ടെംപ്റ്റേഷൻ. ഏതാ ഈ ടെംപ്റ്റേഷൻ? ഈ മഹോപദ്രകാലത്ത് എന്താണ് അവിടുത്തെ ടെംപ്റ്റേഷൻ? സാത്താന്റെ മുദ്ര ഏറ്റാൽ അവർക്ക് വിൽക്കുവാൻ കഴിയും, അവർക്ക് വാങ്ങിക്കുവാൻ കഴിയും, ജീവിതം സുഖകരമാകും. മനസ്സിലാകുന്നുണ്ടോ? അതാണ് ടെംപ്റ്റേഷൻ. അവരോട് പ്രബോധിച്ച് പറയുകയാണ്, എന്തുവാ, ഇയ്യോബിനെ പോലെ ഏലിയാവിനെ പോലെ നോക്കൂ, അവരെയാണ് എക്സാമ്പിൾ ആക്കി വെച്ചിരിക്കുന്നത്. അവരുടെ സഹിഷ്ണുതയെ കുറിച്ചാണ് ചൂണ്ടിക്കാണിക്കുന്നത്. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 7-12 വരെയുള്ള വാക്യത്തിൽ. എങ്ങനെ ഇയ്യോബിന് എല്ലാം ഒടുവിൽ ഇരട്ടിയായി ലഭിച്ചു, അതുപോലെ ഇരട്ടിയായി ദൈവം നൽകും എന്നുള്ള വാഗ്ദത്വം കർത്താവിന്റെ വരവെങ്കിൽ. അതുപോലെ ഏലിയാവ് എങ്ങനെ ഞാൻ മരിച്ചാൽ മതി എന്ന് ക്ഷീണിച്ച് തളർന്ന് താഴ്വരയിൽ കിടന്നപ്പോൾ ദൈവം എങ്ങനെ ഏലിയാവിന് വേണ്ടി കാക്കയാലും ആഹാരത്തെ ഒരുക്കിക്കൊടുത്തോ, എങ്ങനെ ശുദ്ധജലം കർത്താവ് ഏലിയാവിന് വേണ്ടി ഒരുക്കിക്കൊടുത്തോ, അതുപോലെ ദൈവം കരുതിക്കൊള്ളും എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 8-13 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ പറയുക, നിങ്ങൾ ന്യായപ്രമാണത്തിൽ എന്ത് ചെയ്യണം? കണ്ടിന്യൂ ചെയ്യണം, അല്ലെങ്കിൽ എന്ത് പറ്റും? രക്ഷ നഷ്ടപ്പെട്ടു പോകും, ഇല്ലേ? നെഗളത്തിനെതിരുള്ള ഒരു വാർണിംഗ് കൊടുക്കുകയാണ് യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 1-16 വരെയുള്ള വാക്യവും. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 1-13 ഉള്ളൊരു വാക്യത്തിൽ പറയുക, നിങ്ങൾ ഫേവറിറ്റിസം കാണിക്കല്ലേ, ദരിദ്രരോടും സമ്പന്നരോടും ഒരുപോലെ പെരുമാറണം. അഥവാ സമ്പന്നരെ കൂടുതൽ നമ്മൾ സ്വീകരിച്ചും അവരെ ഒത്തിരി കെയർ കൊടുത്തു പാവപ്പെട്ടവനെ നമ്മൾ പരിഗണിക്കാതിരുന്നാൽ നിങ്ങൾ പാപം ചെയ്യുന്നതാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ എന്താ? രക്ഷ നഷ്ടപ്പെടുന്ന കാര്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെ പറഞ്ഞ ഫ്രണ്ട്ഷിപ്പ്, ഈ ലോകത്തോട് സഖ്യം യഹോവയോട് ശത്രുത്വമാണ്. ഈ ലോകത്തോട് സഖ്യം ആ ഒരു കാലഘട്ടത്തിൽ വേണം എന്ത് ചെയ്യണം? മുദ്രയേക്കണം, സാത്താന്റെ 666 മാർക്ക് എടുക്കണം, അല്ലേ? കണ്ടീഷണൽ ആണ് ദൈവത്തോടുള്ള കൂട്ടായ്മ. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 7-12 വരെയുള്ള വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എന്തോ? യു കം ക്ലോസർ ടു ഗോഡ്. നിങ്ങൾ ദൈവത്തോട് അടുക്കുമ്പോൾ ദൈവം നമ്മളോട് അടുക്കും. അങ്ങനെയാണോ ദ കിങ്ഡം പ്രോഗ്രാമിൽ പാപികളും അതിക്രമത്താൽ മരിച്ചിരുന്ന നമ്മളോട്, നാം ക്രൂശിന്റെ ശത്രുക്കളായിരുന്നപ്പോൾ തന്നെ കർത്താവ് നമ്മളെ സ്നേഹിച്ചു എന്നാണ് പറയുന്നത്, അല്ലേ? നോക്കണേ, യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം താഴോട്ട് വായിക്കുമ്പോൾ, റെസിസ്റ്റ് ദ ഡെവിൾ ആൻഡ് ഹി വിൽ ഫ്ലീ ഫ്രം യു. ശത്രുവാൻ ഈ മുദ്രയുമായിട്ട് വരുമ്പോൾ, പ്രലോഭനങ്ങളുമായിട്ട് വരുമ്പോൾ, ഇതെടുത്താൽ സുഖ സൗകര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു വരുമ്പോൾ അതിനെ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്? റെസിസ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. എന്നാൽ അവൻ നിങ്ങളെ വിട്ടോടിപ്പോകും, ഇല്ലേ? യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 13-18 വരെയുള്ള ഭാഗങ്ങളിൽ രോഗസൗഖ്യം ഉണ്ട്. പ്രാർത്ഥിച്ചാൽ വിശ്വാസത്തോടു കൂടിയുള്ള നീതിമാന്റെ പ്രാർത്ഥന ഏറെ ഫലിക്കും എന്നുള്ള കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തന്നെ പറയുകയാണ്, വല്ല പാപങ്ങൾ ആ വ്യക്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കപ്പെടും എന്നാണ്. അപ്പോൾ തന്നെ യോഹന്നാൻ പറയുന്നുണ്ട്, ക്ഷമിക്കപ്പെടാത്ത ഒരു പാപമുണ്ട്, അവന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. അതേതാ? ഈ മുദ്രയേക്കുന്ന വ്യക്തിയാണ്. നമ്മൾ യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 19-20 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ, ഫോർഗിവ്നെസ് ഓഫ് സിൻസ് എങ്ങനെയാണ് ലഭിക്കുന്നത്? അന്യോന്യം അത് കൺഫസ് ചെയ്തിട്ട് ഏറ്റുപറയുമ്പോഴാണ്, എന്നിട്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് അവർക്ക് ആ പാപക്ഷമ ലഭിക്കുന്നത്. അങ്ങനാണോ ബോഡി ഓഫ് ക്രൈസ്റ്റിൽ? അങ്ങനെയല്ല, ഇല്ലേ? പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരു വാക്യം വായിക്കാം, എന്നിട്ട് പേഷ്യൻസ് ആൻഡ് എൻഡ്യൂറൻസ്. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 9-11 വരെയുള്ള വാക്യം. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ
നാം അവനാൽ എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. നീതീകരിക്കപ്പെട്ടതിന് ശേഷം. അപ്പൊ നമ്മുടെ നീതീകരണം ഇന്ന് കഴിഞ്ഞോ? യെസ്, ഇൻ ദ പാസ്റ്റ് ടെൻസ് ആണ്. അങ്ങനാണെങ്കിൽ നമ്മൾ അവന്റെ കോപത്തിൽ നിന്ന്, ഏതാ കോപം? മഹോപദ്രവകാലം, അവിടെ നിന്ന് രക്ഷിക്കപ്പെടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 10-ാമത്തെ വാക്യം, 11-ാം വാക്യം. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്രയധികമായി രക്ഷിക്കപ്പെടും. എത്ര അധികമായി രക്ഷിക്കപ്പെടും. അത്രയുമല്ല, നമുക്കിപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് അതിന്റെ ഇംഗ്ലീഷിൽ വാക്യത്തിൽ അതിന്റെ 11-ാമത്തെ വാക്യം, വി ഹാവ് നൗ റിസീവ്ഡ് ദ അറ്റോൺമെന്റ് എന്നാണ് ലഭിച്ചിരിക്കുന്നത്. ഈ അറ്റോൺമെന്റ്, പാപമോചനം ഇസ്രായേലിൽ എന്നാണ് നടക്കുന്നത്? നമ്മൾ സക്രിയ പ്രവചനത്തിൽ വായിച്ചു കഴിഞ്ഞു. ആ നാളിൽ, കർത്താവ് വരുന്ന നാളിൽ, ഒലിവ് മലയിൽ വരുന്ന നാളിൽ, അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ യാക്കോബിന്റെ ലേഖനം നമ്മളത് കംപ്ലീറ്റ് ചെയ്യുകയുണ്ടായി. നമ്മൾ പല രീതിയിൽ നമ്മളത് സ്റ്റഡി ചെയ്തു. അതിൻ്റെ ഡോക്ട്രിനൽ ഡിഫറൻസസ്, ക്വസ്റ്റ്യൻസ്, കമൻസ് ഉണ്ടെങ്കിൽ സെക്യൂർ ഇൻ ക്രൈസ്റ്റ് securiijc@gmail.com അയക്കാവുന്നതാണ്. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദ ലോർഡ്.